അങ്ങനെ മാളു ചേച്ചിനെ പ്രതീക്ഷിച്ചിരുന്ന ഞാൻ കണ്ടത് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ സർപ്രൈസ് ചെയ്യാൻ വന്നത്. അങ്ങനെ പിന്നെ കുറേ നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ അടുത്ത ആളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി കുറേ നേച്ചേഴ്സ് ബ്യൂട്ടി ഒക്കെ കണ്ട് വണ്ടി പോവാത്ത പൊന്നുവിന്റെ വീട്ടിലേക്ക് അങ്ങനെ വഴി എത്തിയ ഡെഡ് എൻഡിൽ ഒരു എസ്തെറ്റിക് കോർണർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പിക്സ് എല്ലാം എടുത്തു. ഹായ് ഗൈസ്, വഴി അറിയാവുന്ന ഒരാളെ കൊണ്ടാ ഞാൻ ഏതോ ആളുടെ വീടിന്റെ മതിലൊക്കെ ചാടിയത്. ഇതാണ് വീടെന്നൊക്കെ അവൾ അവകാശപ്പെടുന്നു. വരാനറിയാം. ഇതല്ല അടുത്ത ഡെഡ് എൻഡിൽ എത്തിയപ്പോഴേക്കും ഞാൻ സമ്മതിച്ചു എനിക്ക് ഞങ്ങൾ വഴി ചോദിക്കാൻ എത്തിയ വീടോ ഞങ്ങളുടെ ഫ്രണ്ട്. അങ്ങനെ ഞാൻ ഒറ്റ നോട്ടത്തിൽ പ്രവചിച്ച വീട് തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അത്രയും സൗണ്ടൊക്കെ ഉണ്ടാക്കി നടന്നിട്ടും പൊന്നു ഇതൊന്നും അറിയാം. അങ്ങനെ ആൾ എന്നെ ജനലിന് ഉള്ളിൽ കൂടെ കണ്ടു. അതിന്റെ സർപ്രൈസ് റിയാക്ഷനിൽ അരമണിക്കൂർ എന്നിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യണ കണ്ടിട്ടുള്ള ഷൈനോർ അടച്ച് അവിടെ തന്നെ നിൽക്കായിരുന്നു. ഫൈനലി ആള് ഡോറ് തുറന്ന് ആകെ ചുമന്ന് സർപ്രൈസ് ആയിട്ടോ. ഇമോഷണൽ ആയിട്ട് കണ്ണൊക്കെ നിറഞ്ഞിണ്ടായിട്ടോ ആളുടെ. പിന്നെ നമ്മൾ പൊന്നുവിന്റെ BL ഡ്രാമ ഒക്കെ അങ്ങനെ 2 പേരിന്ന് 3 പേരായിട്ടായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ടീ 7 മണിക്ക്, പിന്നെ 10 മണി ആവുമ്പോ അവര് മോർണിംഗ് ടീ കുടിക്കും. കഴിഞ്ഞിട്ട് അവര് ആഫ്റ്റർനൂൺ ലഞ്ചിന് ഒരു ചോറിന്റെ കഴിഞ്ഞിട്ട് ടീ കുടിക്കും. ചോറിന്റെ കൂടെ കുടിക്കും. ചോറിന്റെ കൂടെ പാസ്ത അതൊക്കെ അതിന്റെ കൂടെ ഒരു ടീയും കുടിക്കും, ഒരു കോൾഡ് ഡ്രിങ്കും കുടിക്കും. പിന്നെ 2 മണി ആവുമ്പോ ഒരു ആഫ്റ്റർനൂൺ ടീ കുടിക്കും. പിന്നെ ഡിന്നറിന് 5 മണിക്ക് ഒരു ടീ കുടിക്കും. ഇത് പോരാണ്ട് 7 മണിക്ക് ഒരു സപ്പറിന് അവരൊരു ടീ കുടിക്കും. ഇപ്പൊ 11 ടീ ആയി അവര് കുടിക്കുന്ന ഒരു ദിവസം. അപ്പൊ ഇതെല്ലാം കൊണ്ടുപോകുന്നത് വലിയൊരു ട്രോളിയിലാണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുന്ന ആ വലിയ ട്രോളി, മോർണിംഗ് ടീ കൊണ്ടുപോകുന്നത് ഇത്ര ചെറിയൊരു ട്രോളിയാണ്. പക്ഷെ അതിനുണ്ട് വെയിറ്റ്. അപ്പൊ അത് എല്ലാം ഉണ്ടല്ലോ നമ്മള്. ഞങ്ങളുടെ മിഷൻ വാസ് എ സർപ്രൈസ് പൊന്നു ആൻഡ് ബ്രിങ് ബാക്ക് ഹർ. ആളെ ഡ്രസ്സ് ഇടിക്കാൻ മേളിലേക്ക് പോയാൽ പുറകെ നടന്ന് സംസാരിച്ചു. ഫൈനലി എന്റെ അമ്മ വിളിച്ച് 2 വഴക്ക് പറഞ്ഞപ്പോ ഞങ്ങൾ ഒന്ന് വേഗം ഇറങ്ങാനൊക്കെ. ഓൾസോ സ്പെഷ്യൽ മെൻഷൻ ടു പൊന്നു സോ ബ്യൂട്ടിഫുൾ വിന്റേജ് തീംഡ് വുഡൻ സ്റ്റെയർ. അങ്ങനെ മഴ വരാൻ പോവാന്ന് അറിഞ്ഞപ്പോ വണ്ടി വരാത്ത പൊന്നുവിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്തു. അപ്പൊ മറ്റേ മൈ ബോസിൽ മമത നോക്കുന്ന ഒരു എക്സ്പ്രഷനിലായിരുന്നു. ഓട്ടോ ആണെങ്കിൽ ഒരു ഹൈ സ്റ്റീപ്പിന്റെ മുകളിൽ ബ്രേക്ക് ഇട്ട് നിർത്തി. ഒരു അഡ്രിനാലിൻ റഷിലായിരുന്നു ഞങ്ങൾ. For more, wait for part 2.